നമസ്കാരമുണ്ടേ. മറ്റൊന്നുമല്ല, എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാൻ പോകണം. മറ്റൊന്നുമല്ല, നിങ്ങളൊക്കെ എത്ര മണിക്കാണ് നിങ്ങളൊക്കെ ഓരോരുത്തർ ഉറങ്ങുന്നത്? അറിയാം, ഞാൻ ചിലപ്പം വൈകിയായിരിക്കും. ചിലപ്പോൾ നൈറ്റ് ഓട്ടമാണെങ്കിൽ ഞാൻ അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയിരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആയിരിക്കും. എൻ്റെ ഒരു ഇതങ്ങനെയാണ്, എനിക്ക് കറക്റ്റ് ഒരു സമയമില്ല അങ്ങനെ. പക്ഷെ നിങ്ങളൊക്കെ എത്ര മണിക്കായിരിക്കും നിങ്ങളൊക്കെ സാധാരണ കിടക്കുന്നത്? പക്ഷേ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെന്ന് പറയുമ്പം അതിൽ ഒരാൾ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്താ 6 മണിക്കും 6:30ക്കൊക്കെ ഉറങ്ങും, എല്ലാവരുടെയും ഇത് ഗുഡ് നൈറ്റ് പോസ്റ്റ് കാണുന്നുണ്ട് എന്ന്. അല്ല, അതെന്തിനാ ഇങ്ങനെ ഈ 6 മണിക്കും 6:30ക്കൊക്കെ ഇങ്ങനെ ഗുഡ് നൈറ്റ് പോസ്റ്റ് എന്നത്? റീച്ചിന് വേണ്ടിയാണോ? അപ്പോൾ പോസ്റ്റ് ചെയ്യാൻ റീച്ച് കിട്ടുമെന്ന്, അതുകൊണ്ടാണ്. എന്തെല്ലാം സമ്പ്രദായങ്ങളല്ലേ! ഓരോ കര പറ്റിക്കാനായിട്ട് ഓരോരുത്തർ ഉറങ്ങിയില്ലെങ്കിൽ ഉറങ്ങിയെന്ന് പറഞ്ഞ് പോസ്റ്റ്, ചിരിച്ചില്ലെങ്കിൽ ചിരിച്ചെന്നും പറഞ്ഞ് പോസ്റ്റ്, ഓരോരോ ടാസ്കുകളായിരിക്കും അല്ലേ ചിലർ പറയുന്ന ടാസ്ക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 8 മണിക്കാണ് കിടക്കണമെങ്കിൽ ഒരു 7-8 മണി ആ സമയത്ത് നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞാൽ മതി. നമ്മുടെ സുഹൃത്തുക്കളാണ്. നമുക്കിപ്പം 3000 പേരുണ്ട് എങ്കിൽ, നമ്മളെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ, നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്നതായിരിക്കും. നമുക്ക് 3000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ 3000 പേര് നമ്മളെ പോസ്റ്റ് കാണണമെന്നോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണമെന്നോ ഒന്നുമില്ല. ചിലപ്പോൾ അതിൽ 100-150 പേരായിരിക്കും, ചിലർക്ക് 10-150 പേരൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് 100-110 അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ 5:30ക്കും 6 മണിക്കൊക്കെ ഈ ഗുഡ് നൈറ്റ് പോസ്റ്റിനോട് നിങ്ങൾ ഇന്നൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ഇപ്പോൾ പറയണതാണ്. ഇപ്പോൾ ചിലരിപ്പോൾ ഇന്ന് ഇത്തിരി നേരത്തെ ഒരാൾ എന്നോട് ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിൽ ഈ ഡെയിലി 3-4 തവണ ഇങ്ങനെ ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും ഗുഡ് ആഫ്റ്റർനൂണും കണ്ടിട്ട് പഠിത്തത്തിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അവർ നിങ്ങൾ എന്തിനാ ഈ വീഡിയോ ചെയ്ത്? പക്ഷെ അതിൽ താത്തി തന്നെ ഞാൻ അതിൻ്റെ ചോദ്യമുണ്ട്, ആ വീഡിയോയ്ക്ക് അതിനകത്ത് ഉത്തരവ് കിട്ടും. അപ്പം അങ്ങനെ കുറച്ച് പേര് അതങ്ങനെ ചോദിക്കുന്നു, എന്ത് ചെയ്യാൻ അല്ലേ? അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കൗതുകം ഉള്ളത് കൊണ്ട്, അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ചിലരിങ്ങനെ എഴുതിയൊക്കെ ഇതുപോലെയൊക്കെ ചോദിക്കും. പക്ഷേ എനിക്ക്